ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമുക്ക് വിശുദ്ധ പെർപെത്തുവ ഫെലിച്ചിത്താസ് എന്നിവരെ പരിചയപ്പെടാം. ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചതിന് ധീര രക്തസാക്ഷികളായി മാറേണ്ടി വന്ന രണ്ട് വനിതകളാണ് വിശുദ്ധ പെർപെത്തുവയും വിശുദ്ധ ഫെലിച്ചിത്താസും. നോർത്ത് ആഫ്രിക്കയിലെ കാർത്തേജിൽ ജീവിച്ചിരുന്ന രണ്ട് വിശുദ്ധരായിരുന്നു ഇവർ. സെവരൂസ് ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് ഈശോയിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചതിന് അനേകം പേരെ മതപീഡനത്തിനിടയാക്കി. അവരിൽ ഉൾപ്പെട്ടിരുന്ന രണ്ടുപേരാണ് വിശുദ്ധ പെർപെത്തുവ, വിശുദ്ധ ഫെലിച്ചിത്താസ് എന്നിവർ. ചെറുപ്പത്തിൽ തന്നെ നല്ല വിദ്യാഭ്യാസം നേടിയ പെർപെത്തുവ താൻ ഒരു ക്രിസ്ത്യാനിയായി തീരുന്നതിൽ വളരെ അഭിമാനം കൊണ്ടിരുന്നു. അത് അവളുടെ അമ്മയുടെ മാർഗനിർദ്ദേശം കൊണ്ടും അമ്മ ഈശോയെ സ്നേഹിച്ചത് കണ്ടുകൊണ്ടുമായിരുന്നു. അവളുടെ സഹോദരനും അമ്മയുടെ വഴി തന്നെ തിരഞ്ഞെടുത്തു. എന്നാൽ വിജാതീയനായ പിതാവ് ക്രിസ്തു വിശ്വാസം സ്വീകരിക്കുന്നതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മയുടെ ഉപദേശം മൂലം മക്കൾ രണ്ടുപേരും അതിന് സമ്മതിച്ചില്ല. പിതാവ് പലപ്പോഴും ഇവരെ ഈശോയിലുള്ള വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ഒരിക്കൽ പിതാവിൻ്റെ നിർബന്ധം കൂടി വന്നപ്പോൾ പെർപെത്തുവ ഒരു കുടമെടുത്ത് പിതാവിനെ കാണിച്ചിട്ട് ചോദിച്ചു, ഇതിന് ഒരു കുടം എന്നല്ലാതെ മറ്റെന്തെങ്കിലും പറയുമോ? ഒരിക്കലും ഇല്ല എന്ന് പിതാവ് മറുപടി പറഞ്ഞു. അപ്പോൾ പെർപെത്തുവ പിതാവിനോട് പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഞാനും. ഒരു ക്രിസ്ത്യാനി എന്ന പേര് എനിക്ക് എപ്പോഴും അഭിമാനമാണ്. ഞാൻ അതിൽ അഭിമാനിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാൻ പോകുന്നില്ല. ഞാൻ എന്താണോ അതല്ലേ എന്നെ വിളിക്കാനാവൂ എന്നാണ് അവൾ പിതാവിനോട് പറഞ്ഞത്. പിതാവ് ഇത് കേട്ടിട്ട് അസ്വസ്ഥനാവുകയും അവളെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. എങ്കിലും അവൾ പിന്തിരിഞ്ഞില്ല. ഒരു വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞും ആയി കഴിഞ്ഞതിന് ശേഷമാണ് പെർപെത്തുവയെ മതവിശ്വാസത്തിൻ്റെ പേരിൽ ചക്രവർത്തിയുടെ പടയാളികൾ അറസ്റ്റ് ചെയ്തത്. അവൾ സന്തോഷത്തോടെ അറസ്റ്റ് വരിച്ചു. സ്വന്തം കുഞ്ഞിനെ വീട്ടിൽ വിട്ടിട്ടാണ് അവൾ ജയിലിലേക്ക് പോയത്. അവളോടൊപ്പം ഫെലിച്ചിത്ത എന്നൊരു വനിതയും അവർക്ക് വിശ്വാസ പരിശീലനം നൽകിക്കൊണ്ടിരുന്ന സറ്റേറൂസ് എന്നയാളും ജയിൽ ജീവിതത്തിലേക്ക് പോയി. പെർപെത്തുവ തൻ്റെ അറസ്റ്റിന് മുമ്പ് തന്നെ മാമോദീസ സ്വീകരിച്ചിരുന്നു. ജയിലിൽ വെച്ച് അവൾക്ക് വളരെയധികം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. എങ്കിലും അവൾ തൻ്റെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവളുടെ വിശ്വാസ ജീവിതം കണ്ടിട്ട് ജയിലധികാരികൾ അവൾക്ക് ജയിലിൽ നിയമങ്ങളിൽ കുറേയൊക്കെ ഇളവ് കൊടുത്തു. ക്രമേണ അവരിൽ പലരും ഈശോയെ സ്വീകരിക്കാനും ഇടയായി. ഫെലിച്ചിത്ത ജയിലിലേക്ക് പോകുന്നത് താൻ 8 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ്. അവൾക്കും ജയിലിൽ ധാരാളം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. പടയാളികൾ അവളെ ഉപദ്രവിക്കുമ്പോഴൊക്കെ അവൾ എല്ലാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ക്ഷമിച്ചു. ഫെലിച്ചിത്തയ്ക്ക് പ്രസവവേദന എടുത്തപ്പോൾ അവളുടെ വേദന കണ്ടപ്പോൾ പടയാളികൾ അവളെ പരിഹസിച്ച് പറഞ്ഞു, ഇപ്പോൾ നിനക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൊലക്കളത്തിൽ വന്യമൃഗങ്ങൾ നിന്നെ കടിച്ചു ചീന്തുമ്പോൾ നീ അനുഭവിക്കുന്ന വേദന എന്തായിരിക്കും? അതിനാൽ ഇപ്പോൾ നിനക്ക് അവസരമുണ്ട് വിശ്വാസത്തിൽ നിന്ന് തിരിച്ചു വരാൻ. എങ്കിലും ഫെലിച്ചിത്ത പറഞ്ഞു, ഇപ്പോൾ ഞാൻ മാത്രമാണ് ഈ വേദന സഹിക്കുന്നത്. എന്നാൽ കൊലക്കളത്തിൽ എനിക്ക് വേണ്ടി എന്നിലുള്ള മറ്റൊരുവൻ ഈ വേദന സഹിക്കും. കാരണം ഞാൻ അവന് വേണ്ടിയാണ് ഈ പീഡനങ്ങളെല്ലാം സഹിക്കുന്നത്. ഇവരുടെ ജയിലിലുള്ള വിശ്വാസ ജീവിതം കണ്ടിട്ട് ജയിലധികാരികൾ ഇവർക്ക് കുറേ കാര്യങ്ങൾ ഇളവ് കൊടുത്തു. സന്ദർശകരെ അനുവദിച്ചു. പെർപെത്തുവയ്ക്ക് സ്വന്തം കുഞ്ഞിനെ കാണാൻ അവസരവും നൽകി. സ്വന്തം കുഞ്ഞ് അവളുടെ മുമ്പിൽ വന്നപ്പോൾ പെർപെത്തുവ പറഞ്ഞു, ഇപ്പോൾ ഈ ജയിൽ എനിക്ക് കൊട്ടാരമായി മാറിയിരിക്കുന്നു എന്ന്. പെർപെത്തുവ തങ്ങളെ കൊല്ലാനായിട്ട് വന്ന ആരാച്ചാരോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താതിരിക്കുവാനാണ് ഞങ്ങൾ ഈ കൊലക്കളത്തിലേക്ക് വന്നത്. നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാതിരിക്കുവാനാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് തരുന്നത്. ഇത് കേട്ട ആരാച്ചാർ അവരുടെ സ്വന്തം വസ്ത്രങ്ങൾ തന്നെ ധരിക്കാൻ അവർക്ക് അനുവാദം നൽകി. പെർപെത്തുവയെയും ഫെലിച്ചിത്താസിനെയും മറ്റു കുറേ പേരെയും കൂടി വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ദിവസമായി. പുരുഷന്മാരെ അവർ വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തു. വന്യമൃഗങ്ങൾ അവരെ കടിച്ചു ചീന്തി.
പെർപ്പത്വായെയും ഫെലിസിത്തായെയും അവളൊരു കാളക്കൂറ്റൻ്റെ മുൻപിലേക്ക് ഇട്ടുകൊടുത്തു. കാളക്കൂറ്റൻ അവരെ ആ കൊലക്കളത്തിൽ നിന്ന് കുത്തി പുറത്തേക്ക് തെറിപ്പിച്ചു. വീണ്ടും അവരെ കൊണ്ടുവന്ന് വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ആ രാജാരുടെ മുമ്പിൽ നിർത്തി. അവരെ രണ്ടുപേരെയും അടുത്തടുത്തായിട്ട് നിർത്തി. ആ സമയത്ത് പെർപ്പത്വ സ്വന്തം സഹോദരനോടും മറ്റു വിശ്വാസികളോടും വിളിച്ചു പറഞ്ഞു, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, പരസ്പരം സ്നേഹിക്കുക. ഞങ്ങളുടെ പീഡനങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ദുർമാതൃക ആകാതിരിക്കട്ടെ. ഇതായിരുന്നു അവളുടെ അവസാന വാക്കുകൾ. ഇത് പറഞ്ഞ് അവളും ഫെലിച്ചിത്താസും മരണത്തിന് വിധേയരാക്കപ്പെട്ടു രണ്ടുപേരെയും അടുത്തടുത്ത് നിർത്തി വാളിനാൽ വെട്ടി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അമ്മമാരുടെയും ഗർഭിണികളുടെയും മധ്യസ്ഥരായി വിശുദ്ധ പെർപ്പത്വായും ഫെലിച്ചിത്താസും അറിയപ്പെടുന്നു. മാർച്ച് 7-നാണ് വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. നമുക്കും പ്രാർത്ഥിക്കാം, വിശുദ്ധ പെർപ്പത്വായെ, വിശുദ്ധ ഫെലിച്ചിത്താസെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ.